ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്നത്തെ മെയിലേക്ക് കിടക്കാം. മാഡം, എൻ്റെ പേര് ശീതൾ. എനിക്ക് 23 വയസ്സ്. ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എൻ്റെ ജീവിതത്തിൽ ചില പ്രശ്നങ്ങൾ നടക്കുന്നു. എൻ്റേത് യഥാർത്ഥ പേരൊന്നുമല്ലെങ്കിലും എൻ്റെ കഥ യഥാർത്ഥമാണ് മാഡം. എൻ്റെ അച്ഛൻ ഒരു ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാനാണ് മൂത്തത്. അമ്മ ഒരു പാവം വീട്ടമ്മയാണ്. എനിക്ക് ഇളയതായി ഒരു അനിയനുമുണ്ട്. കഴിഞ്ഞ കുറേ വർഷക്കാലം ഞാൻ ഓർമ്മ വെച്ചത് മുതൽ നല്ല രീതിയിലാണ് ഞങ്ങൾ ജീവിച്ചു പോകുന്നത്. അതീവ സമ്പന്നരൊന്നും അല്ലെങ്കിലും നല്ല രീതിയിൽ പണം ചെലവാക്കാൻ എൻ്റെ അച്ഛന് കഴിഞ്ഞിരുന്നു. എൻ്റെ അച്ഛനും അമ്മയും തീരെ ചെറുപ്പവുമാണ്. രണ്ടുപേരും പ്രേമിച്ച് കല്യാണം കഴിച്ചതുമാണ്. അങ്ങനെ സന്തുഷ്ടമായ ജീവിതമായിരുന്നു ഞങ്ങളുടേത്. എൻ്റെ അമ്മ പാവമാണെന്ന് പറഞ്ഞല്ലോ. കണ്ടാൽ അതീവ സുന്ദരിയാണ്. പക്ഷേ പുറത്തെങ്ങും തനിയെ പോകുന്നത് ഇഷ്ടമല്ല. എൻ്റെ അച്ഛന് കുറേയധികം ബിസിനസ് മീറ്റിങ്ങുകളുണ്ടായിരുന്നു. അതിലൊന്നും അങ്ങനെ പാർട്ടിക്കൊന്നും പോകുന്ന ടൈപ്പല്ല അമ്മ. വീട്ടിൽ തന്നെ ഇരിക്കുകയാണ്. അമ്മയെ അങ്ങനെ കണ്ടാണ് ഞങ്ങൾ വളർന്നു വന്നത്. പക്ഷേ മാഡം, 1.5 വർഷത്തിന് മുമ്പ് എൻ്റെ അച്ഛനുമായിട്ട് അമ്മ എന്തോ പറയുകയും തർക്കിക്കുകയൊക്കെ ചെയ്തത് കേട്ടു. ഏകദേശം ഒരാഴ്ച അവർ പിണങ്ങി നടന്നു. അങ്ങനെയൊന്നും ഞങ്ങൾ കണ്ടിട്ടേ ഇല്ല. എന്താ അമ്മയെ പ്രശ്നം ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അമ്മയൊന്നും മറുപടിയും പറഞ്ഞില്ല. അത് കഴിഞ്ഞ ശേഷം അച്ഛൻ അമ്മയെ വിളിച്ചുകൊണ്ട് പോയി. തിരിച്ചു വന്നു കഴിഞ്ഞപ്പോഴേക്കും മുടിയൊക്കെ സ്ട്രെയിറ്റ് ചെയ്ത് അമ്മയെ മോഡേൺ ആക്കിയാണ് കൊണ്ടുവന്നത്. മേക്കപ്പൊക്കെ ഇട്ട് ചുണ്ടിൽ ലിപ്സ്റ്റിക്കൊക്കെ തേച്ചാണ് കൊണ്ടുവന്നത്. ഞങ്ങൾ അത്ഭുതപ്പെട്ടു പോയി. അപ്പോൾ അച്ഛൻ പറഞ്ഞു, ഇനി തൊട്ട് അമ്മ എൻ്റെ കൂടെ പാർട്ടിക്ക് വരുന്നുണ്ട്. കാര്യം ഇത്രയും കാലം അമ്മ വീട്ടിൽ കുത്തിയിരുന്നു. ഇപ്പോൾ എല്ലാവരും ഭാര്യമാരെ കൊണ്ടാണ് വരുന്നത്. അപ്പോൾ എനിക്കും എൻ്റെ ഭാര്യയെ കൊണ്ടുവന്നേ പറ്റുകയുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇവളായിട്ട് വഴക്കുണ്ടാക്കിയത്. ഇവൾ അതിന് സമ്മതിച്ചില്ല. പക്ഷേ ഇപ്പോൾ അവൾ സമ്മതിച്ചു എന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ പ്രത്യേകിച്ച് അസ്വാഭാവികതയൊന്നും എനിക്ക് തോന്നിയില്ല. അമ്മയുടെ സ്വഭാവം അടിമുടി മാറ്റാൻ ഇത്തിരി പാടാണ്. എന്തായാലും അച്ഛനത് മാറ്റിയെടുത്തല്ലോ എന്ന് മാത്രമേ ഞാൻ ഓർത്തുള്ളൂ. പിന്നീടുള്ള ദിവസങ്ങളിൽ മിക്ക ദിവസങ്ങളിലും അച്ഛനും അമ്മയും കൂടെ വൈകുന്നേരം ആകുമ്പോൾ പോകും. ഞാനും അനിയനും മാത്രം വീട്ടിൽ. ഞങ്ങൾക്കത് ആദ്യമൊക്കെ പ്രശ്നമായിരുന്നു. പിന്നെ അതുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്തു. പക്ഷേ രാത്രിയിൽ വരുമ്പോൾ രണ്ടുപേരും മദ്യപിച്ചാണ് വരുന്നതെന്ന് എനിക്ക് പിന്നെ മനസ്സിലായി. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ശാരീരിക സുന്ദരിയായ എൻ്റെ അമ്മ വളരെ കുറഞ്ഞ കാലയളവിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾക്ക് വിധേയയാകുകയായിരുന്നു. കുടിച്ച് പരസ്പര ബന്ധമില്ലാത്ത പല കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് രണ്ടുപേരും വരുന്നത് ശരിക്കും എന്നെ ഞെട്ടിച്ചു. ഞാൻ ചോദിച്ചു, അമ്മ വീട്ടിലിരുന്ന് എല്ലാം ഉണ്ടാക്കി തന്ന ആളല്ലേ, എന്തുകൊണ്ടാണ് ഇങ്ങനെ ആയതെന്ന്. അമ്മയപ്പോൾ എന്നെ ഷൗട്ട് ചെയ്യുകയാണ് ചെയ്തത്. അങ്ങനെയൊരു സ്വഭാവമൊന്നും അമ്മയ്ക്കില്ല. വളരെ സ്ലോ ആയിട്ടാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. വീട്ടിൽ അടുക്കള കയറി എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്ന അമ്മ, നീ ഇനി പഠിക്കണം, വേണമെങ്കിൽ നീ വെച്ച് കഴിക്കണം, ഇത്രയും വയസ്സായില്ലേ എന്നൊക്കെ പറഞ്ഞ് എന്നോട് കയർക്കാൻ തുടങ്ങി. കാര്യങ്ങൾ കൈവിട്ടു പോകുകയാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ അച്ഛനോട് പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു, അതൊക്കെ ബിസിനസ്സിൻ്റെ ഭാഗമാണ്. അപ്പോൾ അങ്ങനെ പറ്റുകയുള്ളൂ. നീയൊക്കെ ഞങ്ങൾ കൊണ്ടുവരുന്നത് ഉരുട്ടി വീഴുന്നുണ്ടല്ലോ. ഇത്രയും കാലം ഞാൻ കിടന്ന് കഷ്ടപ്പെട്ടു. ഇനിയിപ്പോൾ നിൻ്റെ അമ്മയോടെ കഷ്ടപ്പെട്ടെ, നാളെ നീയും കഷ്ടപ്പെടേണ്ടി വരുമെന്ന്. ഞാൻ ചോദിച്ചു, അമ്മ ലിപ്സ്റ്റിക്കും ഇട്ട് പാർട്ടിക്ക് പോയി കഴിഞ്ഞാൽ എങ്ങനെയാണ് ബിസിനസ് നന്നാകുക? കുടിച്ച് കൂത്താടി വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും മാസ സാലറി കിട്ടുമോ എന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ എൻ്റെ അച്ഛൻ എൻ്റെ അടുത്ത് ദേഷ്യപ്പെട്ടു. മേലിങ്ങൊന്നും സംസാരിക്കരുത്, നിനക്കറിയില്ല പാർട്ടി കൾച്ചർ. അങ്ങനെയുള്ളിടത്ത് പോകുമ്പോഴാണ് വലിയ വലിയ ആൾക്കാരെ പരിചയപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ നമുക്ക് ബിസിനസ് ഡീലിങ്സ് കിട്ടും. നിനക്കൊന്നും അറിയില്ല. അതൊക്കെ നിൻ്റെ PG കഴിയട്ടെ. ആ സമയത്ത് നിന്നെ കൊണ്ടുപോകുമ്പോൾ നിനക്ക് മനസ്സിലാകും. നാളെ എൻ്റെ തൊഴിൽ നീ ചെയ്യേണ്ട എന്ന് പറഞ്ഞു. ഇതൊക്കെ കേട്ടുകഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്ത് ശരിയായിരിക്കാം. കാരണം വലിയ വലിയ ബിസിനസ് ഡീലിങ്സ് ഒന്നും നമുക്കറിയില്ല. പിന്നെ അച്ഛനും അമ്മയല്ലേ, പറഞ്ഞത് കേൾക്കാനല്ലേ പറ്റുകയുള്ളൂ. എനിക്ക് മനസ്സിലായി, ഇനി ഇവരുടെ സ്വഭാവം മാറാൻ പോകുന്നില്ല. അടുക്കളയിൽ കയറി എല്ലാം ഞാൻ മാനേജ് ചെയ്യേണ്ടി വരും. അമ്മ മിക്കവാറും വന്ന് കുടിച്ചിട്ട് അവിടെ കിടന്നുറങ്ങുകയാണ്. ഉച്ച കഴിയുമ്പോഴേ ആക്റ്റീവ് ആവുകയുള്ളൂ. ഒരു ദിവസം വൈകുന്നേരമായി കഴിഞ്ഞപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു, കോളേജിലേക്ക് കുറച്ച് പൈസ ആവശ്യമുണ്ടെന്ന്. അപ്പോൾ അമ്മ പറഞ്ഞു, എൻ്റെ ഹാൻഡ് ബാഗിൽ കാണുമെന്ന്. അമ്മയുടെ തലവേദനയാണെന്ന് പറഞ്ഞ് കിടക്കുകയാണ്. ഞാൻ പോയി അമ്മയുടെ ഹാൻഡ് ബാഗ് എടുത്തു. മാഡം, നടുക്കാണ് അമ്മ അതിനുള്ളിൽ പേഴ്സ് വെക്കാറ്. ഞാനത് എടുത്തു കഴിഞ്ഞപ്പോഴില്ലേ മാഡം, അതിൻ്റെ കൂട്ടത്തിൽ 5-6 ഉറകളും നിലത്ത് വീണു. ഞാനത് കണ്ട് ഞെട്ടിപ്പോയി. ബാഗ് മുഴുവൻ ഞാൻ പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ അവിടെ ഇവിടെയായിട്ട് ഓരോ 10-12 ഉറ ചിതറിക്കിടപ്പുണ്ട്. ആദ്യം ഞാൻ വിചാരിക്കുന്ന പോലെ ആയിരിക്കില്ല, അച്ഛനും അമ്മയും ഉപയോഗിക്കുന്നതായിരിക്കുമെന്ന്. എന്തിന്? അങ്ങനെയാണെങ്കിൽ അത് ബാഗിൽ വെക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ, അലമാരയിൽ വെച്ചാൽ പോരെ. അവിടെ അലമാര ഞങ്ങളാരും നോക്കുന്നുമില്ല. ഇതിപ്പോൾ ഇതിൽ കൊണ്ട് നടക്കുകയാണ്. അപ്പോൾ പാർട്ടിക്ക് പോകുമെന്ന് പറഞ്ഞത് ഇതിനാണ്. എനിക്ക് അപ്പോഴാണ് കാര്യങ്ങൾ ഉരുത്തിരിഞ്ഞു വന്നത്. എൻ്റെ പപ്പ എന്ന് പറയുന്ന ആളും ശരിയല്ല. കാര്യം
അമ്മയെ നിർബന്ധിച്ചുകൊണ്ടാണ് പോയത്. എനിക്ക് അങ്ങ് തോന്നി മാഡം. എൻ്റെ ഊഹം ശരിയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ അമ്മയെ വിളിച്ചുണർത്തി ചോദിച്ചു, ഇതെന്താണ്? നിങ്ങൾ പാർട്ടിയാണെന്ന് പറഞ്ഞിട്ട് എവിടെയാണ് പോകുന്നത്? കുടി മാത്രമല്ല ഇതുമുണ്ടോ എന്ന് ചോദിച്ചു. അമ്മ എൻ്റെ മുഖത്തേക്ക് ആഞ്ഞടിക്കുകയാണ് ചെയ്തത്. ആഹാ, നീ എന്നെ ക്വസ്റ്റ്യൻ ചെയ്യാൻ ആളായോടി. നീ CID പണി എന്നാ തുടങ്ങിയത്? ഇങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടുപിടിക്കണം നിന്റെ പണി. നിനക്ക് പഠിക്കരുതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇതിലെന്ത് CID പണി നടത്താനാണ്? അമ്മയുടെ ബാഗ് അമ്മ തന്നെയല്ലേ എന്നോട് തുറക്കാൻ പറഞ്ഞത്. അതിനകത്ത് ഇത് കാണുമെന്ന് ഞാനിങ്ങനെ അറിഞ്ഞു. അപ്പം അമ്മ പറഞ്ഞു, ആ കണ്ടെങ്കിൽ അത് നിന്റെ മനസ്സിലിരിക്കണമായിരുന്നു. അല്ലാതെ നീ വന്നെന്നെ ക്വസ്റ്റ്യൻ ചെയ്യേണ്ട കാര്യമില്ല. ഞങ്ങൾ ഭാര്യയും ഭർത്താവുമാണ്. അത് കഴിഞ്ഞിട്ടാണ് നിന്റെ അച്ഛനും അമ്മയൊക്കെ ആകുന്നത്. ഞങ്ങൾക്ക് പല കാര്യങ്ങൾ ആവശ്യമുണ്ടാകും. അത് ഞങ്ങളുടെ ബാഗിലും കാണുമെന്ന് ഞാൻ പറഞ്ഞു. ആദ്യം ഇത് കണ്ടപ്പോൾ ഞാനും ഓർത്തു, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ പ്രസവം നടന്നിട്ട് വർഷങ്ങളായില്ലേ, നിങ്ങൾക്ക് എന്തിനാണ് ഭാര്യയും ഭർത്താവാണെങ്കിലും ഇതെന്ന് ചോദിച്ചു. ആ സമയത്ത് അമ്മയുടെ കണ്ണ് മിഴിഞ്ഞു വരുന്നത് കണ്ടു. ഞാൻ ചില്ലറക്കാരില്ലെന്നും എനിക്ക് അത്യാവശ്യ കാര്യങ്ങൾ അറിയാമെന്നും ഈസിയായിട്ട് എൻ്റെ കണ്ണിൽ പൊടിയിട്ട് വെളുപ്പിക്കാൻ പറ്റില്ലെന്നും അമ്മയ്ക്ക് മനസ്സിലായി. അമ്മ എഴുന്നേറ്റിരുന്നു. എന്നിട്ട്, നീ കൂടുതൽ എന്നോടൊന്നും ചോദിക്കണ്ട, നിനക്കതൊന്നും അറിയേണ്ട യാതൊരു കാര്യമില്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എനിക്കറിയണം. ഇല്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകും. എന്താ സംഭവിക്കുന്നത്? അമ്മ എങ്ങനെയാണ് ഇങ്ങനെ കുടിക്കുന്ന ഒരാളായി മാറിയത്? പാർട്ടി എന്ന് പറഞ്ഞ് എന്തിനാണ് പോകുന്നത്? ഇതെന്താണ് ബാഗിൽ കണ്ടത്? അച്ഛനും അമ്മയ്ക്കും എന്തിനാണിത് എന്നൊക്കെ പറഞ്ഞ് അടി കിട്ടിയ വേദനയിൽ ഞാനും അങ്ങോട്ട് ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങി. എനിക്കും ആ സമയത്ത് എവിടുന്ന് ധൈര്യം വന്നു. അമ്മയപ്പോൾ ആദ്യമൊക്കെ എന്നോട് വഴക്കുണ്ടാക്കിയെങ്കിലും പിന്നീട് മിണ്ടാതായി. എന്നിട്ട് പറഞ്ഞു, മോളെ, നീ കിടന്ന് അലറി വിളിക്കരുത്, അയലത്തുള്ളവരൊക്കെ കേൾക്കുമെന്ന്. ഞാൻ പറഞ്ഞു, എന്ത് കേൾക്കാനാണ്? ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ കള്ളു കുടിച്ച് വട്ട് പിടിച്ച് ഇവിടെ കിടന്ന് അലറുമ്പോൾ നാട്ടുകാർക്ക് മനസ്സിലാകും ഇവിടെ എന്താ നടക്കുന്നതെന്ന്. അതിന് ഭേദം എന്നോട് പറയാൻ പറഞ്ഞു. അമ്മയപ്പോൾ എന്നെ വിളിച്ച് ചേർത്തിരുത്തി. മോളെ, ഞാൻ ഇനി ചില കാര്യങ്ങൾ പറയാം. നമ്മളുടെ ജീവിതം ഇത്രയും നാളും വളരെ സുന്ദരമായിരുന്നു. അത്യാവശ്യം പണം ഉണ്ടായിരുന്നു. പക്ഷേ നിൻ്റെ അച്ഛന് ഇത്തരം ബിസിനസ്സിലൊക്കെ ഒത്തിരി ലോസ് ആയിട്ടുണ്ട്. കുറേയധികം ലക്ഷ്യങ്ങൾ നമുക്ക് കടമുണ്ട്. അതുകൊണ്ട് അമ്മ എന്താ കാണിക്കുന്നത്? എടി, നീ തോക്കി കയറി വെടിവെക്കാതെ ഞാൻ പറഞ്ഞത് കേൾക്കൂ. അത് പല വമ്പന്മാരെയും കണ്ടെങ്കിൽ മാത്രമേ നമ്മളുടെ പണം ലോസായത് തിരിച്ചു പിടിക്കാൻ പറ്റുകയുള്ളൂ. അതുമാത്രവുമല്ല, ചിലർക്കൊക്കെ കൊടുക്കാനുമുണ്ട്. ആ പണം അവർ വേണ്ടെന്ന് വെക്കണമെങ്കിലും ചിലരെയൊക്കെ പ്രീതിപ്പെടുത്തണം. അതുമാത്രമല്ല മോളെ, ഇനി ബിസിനസ്സിൻ്റെ അഭിവൃദ്ധിക്കും ഇത്തരം കാര്യങ്ങൾ ആവശ്യമാണ്. ഇത്രയും നാളും നിൻ്റെ അച്ഛന് ഒരിക്കൽ പോലും നമ്മളെ ആരെയും അതിൽ പിടിച്ച് വലിച്ചിട്ടില്ല. പരാജയം സംഭവിച്ചു കഴിഞ്ഞപ്പോഴേക്കും പിന്നെ വേറെ വഴിയില്ലായിരുന്നു. ശരിക്കും പറഞ്ഞാൽ പലരും നിന്നെ ടാർഗറ്റ് ചെയ്താണ് അവിടേക്ക് കൊണ്ടുവരണമെന്ന് പറഞ്ഞത്. അതായത് നീ ചെറുപ്പക്കാരിയാണല്ലോ, അതുകൊണ്ട് നിനക്ക് നല്ലൊരു വിലയുണ്ടാകും. അമ്മ എന്താ പറഞ്ഞു വരുന്നത്? എടി, അവർക്കെല്ലാം നമ്മുടെ കുടുംബത്തെപ്പറ്റി അറിയാം. നിന്നെ രംഗത്തിറക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ നഷ്ടങ്ങളും നമുക്ക് ചിലപ്പോൾ ലക്ഷ്യങ്ങൾ ഭാവിയിൽ കൊയ്യാൻ പറ്റുമെന്ന് പപ്പയ്ക്കറിയാം. പക്ഷേ പപ്പ ഓർത്തത് അത് വേണ്ട, ഞാനുണ്ടല്ലോ എന്ന് വിചാരിച്ച് പപ്പ എന്നോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. എനിക്കാദ്യം ഒട്ടും സമ്മതമല്ല. പക്ഷേ അവസാനം നിൻ്റെ ജീവിതമെങ്കിലും നന്നാകട്ടെ എന്ന് വിചാരിച്ചിട്ടാണടി അമ്മ ഇതിനിറങ്ങിയത്. ഭാഗ്യവശാൽ അമ്മയ്ക്ക് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ഒത്തിരി പേർക്ക് ഇഷ്ടപ്പെടുന്ന രൂപമാറ്റം പപ്പ ഉണ്ടാക്കി തരികയും ചെയ്തു. അതാണെടി നിൻ്റെ അച്ഛൻ. അല്ലാതെ നിൻ്റെ അച്ഛനും ഞാനും തമ്മിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. കുടിക്കേണ്ട സ്ഥലത്ത് കുടിക്കണ്ടേ മോളെ? ഇത്തരം കാര്യങ്ങളൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് കുറ്റബോധമുണ്ട്. കുടിച്ചു കഴിഞ്ഞാൽ അമ്മ അറിയാതെ ആടിപ്പോകും. ഇല്ലെങ്കിൽ അമ്മയ്ക്ക് ഒരു ചുവട് പോലും മുന്നോട്ട് വെക്കാൻ പറ്റില്ല മോളെ. അമ്മയ്ക്ക് കുറ്റബോധം എന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അമ്മയും ഞാനും കൂടി ഒരുമിച്ചാണ് കരഞ്ഞത്. അമ്മേ, ഇങ്ങനൊരു കാര്യം ആവശ്യമുണ്ടോ? ഉള്ളതുപോലെ നമുക്ക് ജീവിച്ചു പോയാൽ പോരെയെന്ന്. അതിന് ആർക്കുണ്ട് ജോലി? ഇവിടെ ഒന്നുമില്ല. ഓരോ മാസവും പപ്പയ്ക്ക് നല്ല പണം കിട്ടണം, എങ്കിലല്ലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. നാട്ടുകാരറിഞ്ഞു കഴിഞ്ഞാൽ എന്താകും? നമ്മുടെ വീട്ടുകാർക്കൊക്കെ നമ്മളോട് ഇപ്പോഴും ബഹുമാനമുണ്ട്, പരിഗണനയുണ്ട്. നമ്മുടെ ബിസിനസ് തകർച്ചയിലാണ്, ഒന്നുമില്ലാത്തവരായി പോവുകയാണ് എന്നറിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും പുച്ഛമായിരിക്കും. ഇത്രയും കാലം അഭിമാനത്തോടുകൂടി ജീവിച്ചു, ഇനിയത് ഇല്ലാതായി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം എന്താകും മോളെ? ആരോട് ഇതൊക്കെ പറയാനാ? നിങ്ങളോട് പറഞ്ഞിട്ട് എന്ത് കാര്യം? അതുകൊണ്ട് അമ്മ ഇതെല്ലാം ഏറ്റെടുത്തു. അമ്മയ്ക്ക് ഇപ്പോൾ പ്രശ്നമൊന്നുമില്ല. കുടിച്ചു കഴിഞ്ഞാൽ അമ്മ നന്നായി തകർത്താടും. ആരെ വേണമെങ്കിലും സ്വീകരിക്കാം. അമ്മേ, അതിനെക്കുറിച്ചൊന്നും ഞാൻ വിശദമായിട്ട് പറയുന്നില്ല മോളെ. അവിടെ ശരിക്കും അരാജകത്വമാണ്. പാർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡും ഇതും മാത്രമേ ഉള്ളൂ മോളെ. പലരെയും മുഖം നോക്കാതെ നമ്മൾ സ്വീകരിക്കേണ്ടി വരും. അതുമാത്രവുമല്ല, പുറത്ത് പറയാൻ പറ്റാത്ത പല കാര്യങ്ങൾക്കും നമ്മൾ വിധേയരാകേണ്ടി വരും. എത്ര പേര് എങ്ങനെയൊന്നും നമുക്ക് പറയാൻ പറ്റില്ല.
ചിലപ്പോൾ അവർക്ക് നിർത്തിയിട്ട കാറിലായിരിക്കാം നമുക്ക് ഒരു സമാശ്വാസം കൊടുക്കേണ്ടി വരുന്നത്. ആ സമയത്തെല്ലാം ബാഗിൽ ഇതൊക്കെ വേണം മോളെ എന്ന് പറഞ്ഞ് അമ്മ പൊട്ടിക്കരഞ്ഞു. അമ്മ ശരിക്കും ഒട്ടും ഇഷ്ടമില്ലാതാണ് ഈ കാര്യത്തിൽ ഇറങ്ങുന്നതല്ലേന്ന്. അപ്പം അമ്മ പറഞ്ഞു, ശരിയാണ്, ഇഷ്ടം എനിക്ക് ഒട്ടുമില്ല. ഇങ്ങനെയൊക്കെ യന്ത്രം പോലെ പ്രവർത്തിക്കാൻ ആരെക്കൊണ്ടെങ്കിലും പറ്റുമോ? പക്ഷേ വേറെ കാര്യമുണ്ട്, ചിലപ്പോൾ നിനക്കിഷ്ടമായേക്കും. അതെന്താ അമ്മേ എനിക്കിഷ്ടമായേക്കുമെന്ന് അമ്മ പറഞ്ഞത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അമ്മ പറഞ്ഞു, എടി ഇപ്പോഴത്തെ കാലത്ത് പെമ്പിളാർക്ക് ഇതൊക്കെ ഒരു ട്രെൻഡാണ്. ഒന്നിലധികം ആണുങ്ങളുമായിട്ട് പ്രേമബന്ധങ്ങൾ തന്നെ കാണും. പിന്നെ സുന്ദരന്മാരെ വിളിച്ചു കഴിഞ്ഞാൽ എവിടെ പോകാനും ഇപ്പോഴത്തെ പെണ്ണുങ്ങൾ റെഡിയാണ്. അതുകൊണ്ട് അവളുമാർക്കൊന്നും പ്രശ്നമില്ല. ഞാനൊന്നും അങ്ങനെ വളർന്നു വന്നല്ല. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇതിലേക്ക് ഇറങ്ങിത്തിരിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇഷ്ടപ്പെടില്ല, അഡ്ജസ്റ്റ് ചെയ്യാനും ബുദ്ധിമുട്ടാണ്. എന്നിട്ടും നമ്മുടെ ഫാമിലിക്ക് വേണ്ടി ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു. അതുമാത്രമല്ലടി, വരുന്നതിൽ ഒരു 3/4 പങ്കും നല്ല സുന്ദരന്മാരായ ചെറുപ്പക്കാരാണ്. അപ്പോൾ നിന്നെപ്പോലുള്ള സുന്ദരി കൊതകൾക്കൊക്കെ ചിലപ്പോൾ ഒരിക്കിളി തോന്നിയേക്കാം. ഇത്രയധികം സുന്ദരന്മാരെയൊക്കെ ഒന്നിച്ച് കിട്ടാൻ ഇത്തിരി പാടല്ലേ? നീ ഇപ്പോൾ കല്യാണം കഴിച്ചു പോയി കഴിഞ്ഞാൽ സ്വന്തം ഭർത്താവിൻ്റെ കൂടെ അടങ്ങി ഒതുങ്ങി കഴിയേണ്ടി വരും. അപ്പോൾ അമ്മ എന്താ പറഞ്ഞു വരുന്നത്? ഇത് തെറ്റാണെന്നോ ശരിയാണെന്നോ? അപ്പോൾ അമ്മ പറഞ്ഞു, അതൊന്നും എനിക്കറിയില്ല. എന്തായാലും 2 ബാഗ് അടിച്ചു കഴിഞ്ഞാൽ എനിക്കിപ്പോൾ യാതൊരു കുഴപ്പമില്ല. എന്തായാലും നിൻ്റെ അച്ഛൻ നിൻ്റെ അടുത്ത് വന്ന് ഇതിലേക്ക് ഇറങ്ങാൻ പറഞ്ഞു കഴിഞ്ഞാൽ നീ അതിന് സമ്മതിക്കരുത്. നിൻ്റെ അച്ഛൻ ആദ്യം എന്നോട് പറഞ്ഞത് നിന്നെ ഇറക്കാമെന്നാണ്. ആ സമയത്ത് ഞാനാണ് സ്ട്രോങ് ആയിട്ട് എതിർത്തത്. അത് വേണ്ട, അവൾക്ക് നല്ലൊരു ഭാവിയുള്ളതാണ്, നല്ലൊരു വിവാഹ ജീവിതം വേണമെന്ന് പറഞ്ഞ് ഞാൻ തന്നെയാണ് അച്ഛനെ അതിൽ നിന്ന് പിന്തിരിപ്പിച്ചത്. എന്തായാലും എൻ്റെ പൊന്നുമോളെ, നിൻ്റെ അച്ഛൻ അടുത്ത് കൂടുകയാണെങ്കിൽ നീ ഇതാണെന്ന് മനസ്സിലാക്കിക്കോണേ. എനിക്ക് ചിലപ്പോൾ വെളിവ് കാണില്ല, ഞാനോ പെട്ടുപോയി. അതുകൊണ്ട് നീ പെട്ടുപോകരുതെന്ന് പറഞ്ഞു. അല്ലമ്മേ, ഇതിനൊന്നൊരു അവസാനമില്ലേ? ഇത് തീരില്ലേന്ന്. അപ്പോൾ അമ്മ പറയുകയാണ്, ഒരിക്കലും ഇറങ്ങിയതല്ലേ, ഇനിയിപ്പോൾ ബിസിനസ്സൊക്കെ നന്നായാലും പുറമോട്ട് പോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നിൻ്റെ പപ്പ ഒരു പ്രത്യേക ടൈപ്പാണെന്ന് ഇത്രയും വർഷത്തിനിടയ്ക്ക് എനിക്കിപ്പോഴാണ് മനസ്സിലായത്. പണമുള്ളപ്പോൾ അയാൾക്ക് കുഴപ്പമില്ല, പരാജയം സംഭവിച്ചു കഴിഞ്ഞാൽ എല്ലാവരുടെയും ജീവിതം വരമ്പത്താണ് മോളെ. നീ ഓർക്കുക, നിനക്ക് ചിലപ്പോൾ ഇറങ്ങേണ്ടി വരും. അയാളെ നിർബന്ധിക്കും, നോക്കിക്കൂ എന്നമ്മ പറഞ്ഞു. അമ്മയുടെ ആകെ കിളി പോയിരിക്കുകയാണെന്ന് എനിക്ക് തോന്നി. എൻ്റെ അച്ഛൻ ഇത്രയൊരു ദുഷ്ട ക്യാരക്ടറാണെന്ന് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. പിന്നീട് ഒരു ദിവസം പുള്ളിക്കാരൻ തനിയുള്ളപ്പോൾ ഞാൻ റൂമിൽ പോയിരുന്ന് ഇത്തരം കാര്യങ്ങളെ പറ്റിയിട്ടും അറിഞ്ഞ കാര്യങ്ങളെ പറ്റിയും അമ്മ പറഞ്ഞതും ഒക്കെ സംസാരിച്ചു. പുള്ളി ഒന്നും മിണ്ടിയില്ല. എന്നോട് പറഞ്ഞു, നിന്നോട് എനിക്ക് ഇതൊന്നും സംസാരിക്കാൻ താല്പര്യമില്ലെന്ന്. ഞാൻ പിന്നീട് ഒരു ദിവസം ചോദിച്ചു കഴിഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു, നിനക്കെന്താ അറിയേണ്ടതെന്ന്. ഞാൻ പറഞ്ഞു, ഇതൊക്കെ ഉള്ളതാണോ എന്ന്. അപ്പോൾ പറഞ്ഞു, നിൻ്റെ അമ്മ പറഞ്ഞതല്ലേ, ഉള്ളതാണെന്ന് മനസ്സിലായില്ലേ? സ്വന്തം കുടുംബത്തെ കരകയറ്റാൻ നിനക്ക് താല്പര്യമില്ല. നിൻ്റെ അമ്മയാണെങ്കിൽ നിന്നെ ഒന്ന് രംഗത്തിറക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവൾ എന്നെ തെറി വിളിക്കുകയാണ്. എന്ത് ചെയ്യാൻ പറ്റും? എടീ, ഇപ്പോഴത്തെ കാലത്ത് ഇതൊന്നും നോക്കിയിട്ട് കാര്യമില്ല. മുന്നോട്ട് പോകാൻ വേണ്ടി പണം വേണം. അതുണ്ടാക്കാൻ ഏറ്റവും നല്ല വഴിയാണ് 21, 22, 23, 30 വയസ്സിന് താഴെയുള്ള വയസ്സുകളൊക്കെ എന്ത് നല്ല വയസ്സാണെന്ന് നിനക്കറിയാമോ? ആ സമയത്ത് മാത്രമേ മോളെ മാക്സിമം ഏൺ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, അച്ഛനായിട്ടാണോ സംസാരിക്കുന്നത് അതോ തെരുവിൽ നിൽക്കുന്ന ഇടനിലക്കാരനായിട്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ അച്ഛൻ പറഞ്ഞു, നീ എന്ത് വിചാരിച്ചാലും എനിക്കൊന്നുമില്ല. നീ ഈ മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോകൂ. നിന്നെക്കൊണ്ട് ഒരു ഗുണവുമില്ല വീടിന്. ഞാൻ കൊണ്ടുവരുന്നതെല്ലാം തിന്നു കുടിച്ച് ഇവിടെ കിടക്കല്ലെന്ന് ചോദിച്ചു. അപ്പോൾ ഞാനിതിൽ ഇറങ്ങണമെന്നാണോ അച്ഛൻ പറഞ്ഞതെന്ന്. അപ്പോൾ പുള്ളിക്കാരനോട് പറഞ്ഞു, എടി നീ ഞാൻ പറഞ്ഞത് കേൾക്ക് എന്ന് പറഞ്ഞ് മൊബൈൽ തുറന്ന് ഒരു ചെറുക്കൻ്റെ ഫോട്ടോ കാണിച്ചു. മാഡം, ഒരു 25 വയസ്സ് കാണും. കണ്ടു കഴിഞ്ഞാൽ അതീവ സുന്ദരൻ, മോഡലിനെ പോലെ ഇരിക്കുന്നു. ഇത് കണ്ടോ, ഇത് പ്രമുഖനായ ഒരാളുടെ മകനാണ്. അവന് നിന്നെപ്പോലുള്ള പെൺകുട്ടികളാണ് ഇഷ്ടം. ഇവനുമായിട്ട് നിനക്കൊരു കണക്ഷൻ ഒരു ദിവസം മതി. ആ ദിവസം കൊണ്ട് നമ്മളുടെ ബിസിനസ്സിൽ വരാൻ പോകുന്ന അഭിവൃദ്ധി എത്രയാണെന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ ആ ഒറ്റ ദിവസത്തോടു കൂടി നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും അങ്ങ് തീരും. പക്ഷെ അതിന് പകരം നിൻ്റെ പ്രായമായ തള്ളെ കൊണ്ടുപോയി കഴിഞ്ഞാൽ എന്താണ്? ഇവന് ആൻറ്റിമാരല്ല ഇഷ്ടം, ഇവന് ഇളം കിളന്ന് തന്നെ വേണം എന്ന് അച്ഛൻ തുറന്നു പറഞ്ഞു. അത് കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. പക്ഷേ പിന്നീട് ആ മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്തു, എന്തൊരു സുന്ദരനാണ് ഇവന്. സുന്ദരനായ ഒരു ഭാര്യ കിട്ടില്ലേ? ആ ഭാര്യയുമൊത്ത് നല്ല രീതിയിൽ ജീവിച്ചാൽ പോരെ? ഇങ്ങനെ പെണ്ണുങ്ങളുടെ പുറകെ അലയേണ്ട വല്ല കാര്യമുണ്ടോ? സത്യം പറഞ്ഞാൽ ഇപ്പോഴത്തെ കാലത്തെ ആണുങ്ങളെ പെണ്ണുങ്ങളെ ഒന്നും വിശ്വസിക്കാൻ പാടില്ല എന്ന് അമ്മ പറഞ്ഞത് കറക്റ്റാണ്. എല്ലാവർക്കും ഇതാണ് നോട്ടം. ഫാമിലി സെറ്റപ്പ് എന്നൊക്കെ പറയുമ്പോഴേക്കും സമൂഹത്തിന് വേണ്ടി ഉള്ള ഒരു സെറ്റപ്പ് മാത്രം. അവർ അതിലൊന്നിലും സംതൃപ്തരല്ല. അവരുടെ
തേടി നടപ്പെല്ലാം ഇതിനു വേണ്ടിയാണെന്ന് എനിക്ക് തോന്നിപ്പോയി മാഡം. എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അമ്മയുമായിട്ട് അച്ഛൻ കാണിച്ച ഫോട്ടോയെ പറ്റി പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അമ്മ പറഞ്ഞു, ആ എനിക്കവനെ അറിയാം, പക്ഷേ അവൻ എന്നെ ഒട്ടും ഇഷ്ടമല്ല. ശരിയാണ് പപ്പ പറഞ്ഞത്, അവന് ശരിക്കും ഇഷ്ടം ചെറുപ്പക്കാരികളായ പെണ്ണുങ്ങളോടാണ്. പക്ഷെ എന്ത് ചെയ്യാനാണ്, എൻ്റെ മോള് അതിനൊന്നും പോണ്ട. അങ്ങനെ പപ്പ ഫലിതം പറയും എന്ന് പറഞ്ഞിട്ട് അവൻ്റെ പേരും ഡീറ്റെയിൽസും ഒക്കെ അമ്മ എന്നോട് പറഞ്ഞു തന്നിരുന്നു. അവൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടൊക്കെ ഞാൻ ചെക്ക് ചെയ്തു മാഡം. എന്ത് നല്ല സുന്ദരനാണ്, ഏതൊരു പെണ്ണിനും ഇഷ്ടം തോന്നും. പക്ഷേ അവൻ്റെ വൃത്തികെട്ട സ്വഭാവം ആർക്കും അറിയില്ലല്ലോ. ഒരു പൂന്തോട്ടം മുഴുവനും പാറി നടക്കുന്ന ഒരു വണ്ടാണ് അവൻ എന്നൊക്കെ ഞാൻ വിചാരിച്ചു. പക്ഷേ സബ്സ്ക്രൈബ് ചെയ്തതോടുകൂടി അവൻ്റെ വീഡിയോയും മറ്റും എൻ്റെ കൺമുന്നിൽ വരാൻ തുടങ്ങി മാഡം. പതുക്കെ പതുക്കെ ഞാൻ കുറേ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ ജിമ്മിൽ മറ്റുള്ള വീഡിയോ ഒക്കെ ഇല്ലേ, അതൊക്കെ കാണുമ്പോൾ എൻ്റെ ഉള്ളിൽ എന്തോ ഒരു മാറ്റം. എന്തായാലും അവനെ പ്രേമിക്കാനോ ഭർത്താവാക്കാനോ കൊള്ളില്ല, പക്ഷേ മറ്റു പല കാര്യങ്ങൾക്കും പെർഫെക്റ്റ് ഒരാണല്ലേ. ഏത് പെണ്ണ് മോഹിച്ചു പോകും. ഇനി ഇവൻ ശരിയല്ലെന്ന് അറിഞ്ഞാൽ കൂടി മോഹിച്ചു പോകുന്നത്രയും സൗന്ദര്യമുണ്ടല്ലോ എന്ന് ഞാൻ ഓർത്തു. പതുക്കെ പതുക്കെ ഞാൻ അവൻ്റെ പല വീഡിയോകളും കണ്ടു കഴിഞ്ഞപ്പോഴേക്കും എനിക്കാകെ ഒരു മാറ്റം. പുൽനാമ്പുകളിൽ മഞ്ഞുകണങ്ങൾ ഊറി വന്നതുപോലെ നനുനനുത്ത ഒരു തണുത്ത മാറ്റം എനിക്കുണ്ടായി. അത് ചൂട് പിടിക്കുമെന്ന് എനിക്ക് മനസ്സിലായി കഴിഞ്ഞപ്പോഴേക്കും ശ്രദ്ധ തിരിക്കാൻ ഞാൻ ഒരു ശ്രമം നടത്തി. പക്ഷേ പലരും അവനെ ഇഷ്ടപ്പെടുന്നുണ്ടെന്നുള്ളത് കമൻറ്റുകൾ കൂടി ഞാൻ മനസ്സിലാക്കി. പതുക്കെ എനിക്കും തോന്നി, ഒരവസരം കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് എല്ലാം ഒന്ന് അനുഭവിച്ചറിയാമായിരുന്നു എന്ന്. പിന്നെ പിന്നെ ചില കളം വരയ്ക്കലുകളിലേക്ക് അത് നീണ്ടു. അവനെ എനിക്കെപ്പോഴും കയ്യെത്താവുന്ന ദൂരത്തിൽ കിട്ടാവുന്ന ആൾ തന്നെയാണ്. ഇത്രയും പേര് പുറകെ നടക്കുന്നു, പക്ഷെ അവർക്ക് ചിലപ്പോൾ ഒന്നും ലഭിച്ചെന്ന് വരികയില്ല. എനിക്കെൻ്റെ അച്ഛനോട് എന്നൊന്ന് മൂളിയാൽ മതി, അവൻ പറന്നു വരും. അങ്ങനെ ഓർത്തോർത്ത് എൻ്റെ സ്വപ്നച്ചിറകുകൾ ആകെ ചീറി മൂളാൻ തുടങ്ങി. അങ്ങനെ ഞാനൊരു ദിവസം വികാരവിവശയായി അച്ഛൻ്റെ മുറിയിൽ ചെന്ന് പറയുകയായിരുന്നു. അച്ഛനല്ലേ പറഞ്ഞത് ഇത്രയും നാളും ഞാനൊന്നും സഹായിച്ചിട്ടില്ലെന്നും, എനിക്ക് ഈ ആളാണെങ്കിൽ ഓക്കെ എന്ന് പറഞ്ഞ് അവൻ്റെ പേജും മറ്റും കാണിച്ചു കൊടുത്തു. അച്ഛൻ എന്നെ അനുഭവത്തോടുകൂടി നോക്കിയിട്ട്, ഉള്ളതാണോടി, നിൻ്റെ അമ്മ ഇനി പരീക്ഷിക്കാൻ വേണ്ടി പറഞ്ഞു വിട്ടതാണോ എന്നോട് വഴക്കുണ്ടാക്കാൻ വേണ്ടിയിട്ട്? ഞാൻ പറഞ്ഞു, അല്ല അമ്മ അറിഞ്ഞിട്ടില്ല, അമ്മ അറിയണ്ട, എനിക്ക് ഓക്കെ ആണെന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ പറഞ്ഞു, എടി മോളെ, ഇത്തിരി പ്രോബ്ലക്കാരനാണ് അവന് ഇത്തിരി എനർജി കൂടുതലാണ്, ദേ നീ നോക്ക്, ഇതാണ് ബാക്കിയുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞിട്ട് ഞാൻ കാണാൻ കൊതിച്ചിരുന്ന പല കാര്യങ്ങളും പിക്ചേഴ്സായിട്ട് അച്ഛൻ കാണിച്ചു. എടി ഇതൊക്കെ അവനെന്നെ ഏൽപ്പിച്ചിട്ടുണ്ട് കിട്ടുന്ന സ്ഥലത്തേക്ക് സെൻഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചില സ്ത്രീകൾക്കൊക്കെ ആദ്യമാകുമ്പോൾ പേടിയാണല്ലോ, എന്നാലും യഥാർത്ഥം അറിഞ്ഞ് ചെല്ലണ്ടേ എന്ന് വെച്ച് അവൻ്റെ എല്ലാത്തരം ഫോട്ടോയും ഇതിലുണ്ട് മോളെ എന്ന് പറഞ്ഞ് അച്ഛൻ കാണിച്ചു. കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് അച്ഛൻ്റെ മുന്നിൽ വെച്ച് അയ്യോ എന്ന് പറഞ്ഞ് അത്ഭുതം അനുഭവിക്കേണ്ടി വന്നെങ്കിലും എനിക്ക് പ്രശ്നമില്ല അച്ഛാ, എല്ലാം ഞാൻ അഡ്ജസ്റ്റ് ചെയ്യും, അച്ഛൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടല്ലേ, നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടല്ലേ എന്ന് പറഞ്ഞ് ഞാൻ തിരികെ പോകുമ്പോൾ ആഹ്ലാദമഞ്ഞിൽ തുടി കൊട്ടുകയായിരുന്നു. കാരണം അവനെ ആരാധിക്കുന്ന പല ആളുകൾക്കും യഥാർത്ഥം അറിയില്ല. യഥാർത്ഥത്തിനും അപ്പുറം ആരാധിക്കേണ്ട ഒരുത്തിനാണ് അവരെന്ന് എനിക്ക് അപ്പോൾ തോന്നി. എല്ലാം ഞാൻ സ്വീകരിക്കും, സഹിക്കും, ഒരു പ്രശ്നവുമില്ല. ആണായാൽ ആണിൻ്റെ ഗുണങ്ങൾ വേണം, അതിത്തിരി കൂടുതലായാലും വലിയ പ്രശ്നമൊന്നുമില്ല, അത് സ്ത്രീക്ക് സൗഭാഗ്യം കൊണ്ടുവരും എന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചു. അങ്ങനെ അച്ഛനോട് ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അച്ഛൻ തുള്ളിച്ചാടുകയായിരുന്നു. ഇതോടുകൂടി അച്ഛൻ്റെ പ്രോബ്ലംസ് എല്ലാം ഒഴിഞ്ഞു പോകുമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് വലിയൊരു സ്റ്റാർ ഹോട്ടലിലേക്ക് അവൻ്റെ റൂമിലേക്ക് ഞാൻ ആനയിക്കപ്പെട്ടത്. മറ്റു പെണ്ണുങ്ങളെപ്പോലെ ഞാൻ പറയില്ല എനിക്ക് എന്തോ പ്രശ്നം അപ്പോൾ തോന്നി, പേടി തോന്നിയെന്ന്. പക്ഷേ അങ്ങനെയൊന്നുമല്ല, എനിക്ക് പരീക്ഷണ നിരീക്ഷണങ്ങൾക്കുള്ള ഒരാവേശം മാത്രമായിരുന്നു. എന്നെ പേടിച്ചറിണ്ട പോലെ ഒരു മാൻപേടയായി കാണണമെന്നായിരിക്കാം അവൻ ആഗ്രഹിച്ചത്. പക്ഷെ ഞാൻ അങ്ങനെയല്ല, വളരെ ഫ്രണ്ട്ലി ആയിരുന്നു. അവനത് തുറന്നു പറയുകയും ചെയ്തു. ഇതിനു മുന്നേ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഒന്നുമില്ല, പക്ഷേ ഇതേപോലെ സോഷ്യൽ മീഡിയയിൽ കണ്ട് എനിക്കൊത്തിരി ഇഷ്ടമായി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഒരു ആരാധികയല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു പണ്ടേ ആരാധികയാണ്, ആരാധികയ്ക്ക് വേണു ഊതാൻ അറിയാമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു പണ്ടേ രാഗം വായിക്കാൻ ഞാൻ വലിയ മിടുക്കിയാണ്, ഞാൻ കാമ്പോജി വായിക്കട്ടെ എന്ന് ചോദിച്ചു. അവൻ പറഞ്ഞു കള കാമ്പോജി തന്നെ വായിക്കാൻ. എനിക്ക് പിന്നെ ഒന്നും നോക്കേണ്ടി വന്നില്ല, അതൊക്കെ ഞാൻ മനസ്സിൽ കുറിച്ച് വെച്ചതാണ്. കിട്ടുമ്പോഴല്ലേ മാഡം ഒന്ന് പാടാൻ പറ്റൂ, അതുകൊണ്ട് ഞാൻ പാടിത്തുടങ്ങിയത് അവസാനിച്ചത് കൊടുങ്കാറ്റടിക്കുന്ന മദ്ദളമേളത്തോടെയാണ്.
അന്നുകൊണ്ട് ഞാൻ അവനെ വലയിലാക്കി. അച്ഛൻ്റെ ബിസിനസ്സിൽ വന്ന ലോസൊക്കെ ബാക്കിയുണ്ടായിരുന്നത് അവൻ സെറ്റിൽ ചെയ്തു. അച്ഛനോട് പറഞ്ഞു, നീ ഇനി അവനെ ശരിക്കും യൂട്ടിലൈസ് ചെയ്യണമെന്ന്. അത് കേട്ടുകൊണ്ട് ഞാനും തുനിഞ്ഞിറങ്ങി. പിന്നീട് ഓരോ തവണ പോയി വരുമ്പോഴും ഞാൻ എനിക്ക് വേണ്ടി മുതൽ കൂട്ടുകയായിരുന്നു മാഡം. അച്ഛനും അമ്മയും പിന്നീട് അറിഞ്ഞു. അവർ സപ്പോർട്ടുമായിരുന്നു, ഒരു പ്രശ്നവുമില്ല. പക്ഷേ അവൻ എന്നിൽ മാത്രമായിട്ട് ഒരു താല്പര്യമൊന്നുമില്ല. ഇഷ്ടം പോലെ അവൻ്റെ ഇഷ്ടത്തിൽ നടക്കുന്ന ആളാണ്. പക്ഷേ എന്നോട് ഒരു പ്രത്യേക താല്പര്യമുണ്ട്. അതുകൊണ്ട് എനിക്ക് വേണ്ടി അവൻ അളവില്ലാത്ത സമ്പത്ത് തരുന്നതുമുണ്ട്. അത് വെച്ച് ഞങ്ങളുടെ ജീവിതം സൂപ്പറായിട്ട് പോവുകയാണ്. ഇനി എൻ്റെ പ്രശ്നം എന്താണെന്ന് ചിലപ്പോൾ മാഡത്തിന് തോന്നാം. ഇപ്പോൾ അവൻ എന്നോട് പറഞ്ഞിരിക്കുകയാണ് ഞാൻ അവൻ്റെ ഭാര്യയായിട്ട് ചെല്ലാൻ. കാര്യം നാട്ടുകാരൊക്കെ കാണുകെ ഇങ്ങനൊരു കല്യാണം, ബാക്കി അവൻ്റെ ജീവിതകാലം മുഴുവൻ ഒരിക്കലും ഒരു തടസ്സവും ഉണ്ടാക്കാത്ത ഒരു പാർട്ട്ണർ വേണം. അതുമാത്രമല്ല, കുട്ടികളുണ്ടാകാനോ ശരിക്കുമുള്ള ദാമ്പത്യ ജീവിതമൊന്നും അവനിഷ്ടമല്ല. അവൻ എപ്പോഴും കഴിയുന്നതുവരെ ആടിപ്പാടി നടക്കണം. അതിന് സപ്പോർട്ടീവായിട്ട് ഞാനാണ്. അവൻ്റെ ഭാര്യയാകാൻ തക്കവണ്ണം സൗന്ദര്യം എനിക്കുണ്ട്, കുടുംബ മഹിമയുമുണ്ട്. അതുകൊണ്ട് വീട്ടിലും പ്രശ്നമുണ്ടാകില്ല. അതുകൊണ്ട് ഒരു ആക്ടിങ് വൈഫായിട്ട് അവൻ്റെ ജീവിതത്തിലേക്ക് ചെല്ലാമോ എന്നാണ് ചോദ്യം. എൻ്റെ അമ്മയോട് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞത് അത് ശരിയാകില്ല, നല്ലൊരു കുടുംബജീവിതമാണ് നിനക്ക് ആവശ്യമെന്ന്. അച്ഛൻ പറഞ്ഞത് അതിനൊന്നൊരു പ്രോബ്ലമില്ല, മാക്സിമം അവനോട് നിൽക്കുക, അവനെ ഉപേക്ഷിക്കുമ്പോൾ തിരിച്ചു വരിക, എന്നിട്ട് പിന്നീട് നല്ല ജീവിതം കിട്ടുകയാണെങ്കിൽ കിട്ടാം, ഇല്ലെങ്കിൽ കുട്ടി ഉണ്ടായില്ലെങ്കിലും അവൻ്റെ സ്വത്തെല്ലാം നിനക്ക് സ്വന്തമായിരിക്കും. ലീഗലി മാരേജ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ പിരിഞ്ഞു പോയാലും കുഴപ്പമില്ല, നല്ല രീതിയിൽ നമുക്ക് ഗുണമുണ്ടാകും മോളെ എന്നാണ് പറഞ്ഞത്. ഒരു തീരുമാനം എടുത്തിട്ടില്ല മാഡം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഇത് കേൾക്കുന്ന ആരും നിങ്ങളുടെ ഐഡിയയെ സപ്പോർട്ട് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം കുടുംബം എന്ന് പറയുന്നത് പരിശുദ്ധമായിട്ട് കരുതുന്ന ആൾക്കാരാണ് കൂടുതലും. ഇത്തിരിയൊക്കെ തരയുടെ കളിച്ചെന്ന് പറഞ്ഞാലും കുടുംബത്തിന് ഇപ്പോഴും പ്രാധാന്യം നൽകിക്കൊണ്ട് ജീവിക്കുന്ന ആൾക്കാരാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഒരാൾ പറയുകയാണ്, ചുമ്മാ ഒരു വൈഫിൻ്റെ വേഷം കെട്ട് കുട്ടികളൊന്നും വേണ്ട, നമുക്കിങ്ങനെ മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയ്ക്കും വ്യത്യസ്തമായി ഇതിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന മാനസികാവസ്ഥയുള്ള ഒരാൾക്ക് മാത്രമേ അത് ഏറ്റെടുക്കാൻ പറ്റുകയുള്ളൂ. കൺഫ്യൂഷൻ ഉള്ളവർക്കോ നല്ല കുടുംബം വേണമെന്നുള്ളവർക്കോ ഒന്നും അത് പറ്റുകയില്ല. അപ്പോൾ ആദ്യം നിങ്ങളുടെ സ്റ്റാൻഡിലേക്ക് എത്തുക. നിങ്ങൾക്ക് ഇങ്ങനൊരു വിവാഹ ജീവിതമാണ് ആവശ്യം. നിങ്ങളുടെ ഭർത്താവ് ഇങ്ങനെ പണം കൊടുത്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു, വലിയ റെപ്യൂട്ടഡ് ആയിട്ട് ഒരാളാണ്, എല്ലാവരും മോഹിക്കുന്ന ഒരാളാണ്. അയാൾ അയാളുടെ പാട്ടിന് പോകും. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന സ്നേഹമോ കൺസിഡറേഷനോ ഒന്നും അയാളിൽ നിന്ന് ഒരിക്കലും കിട്ടില്ല. പക്ഷെ കിട്ടുന്നത് പണമോ അല്ലെങ്കിൽ സ്ഥാനമാനങ്ങളോ അല്ലെങ്കിൽ എല്ലാ കാലത്തും ഇട്ടുമുടാനുള്ള സൗകര്യങ്ങളുമായിരിക്കും. അതല്ലാതെ നിങ്ങൾക്ക് വേറൊന്നും ഭർത്താവ് എന്നുള്ള നിലയ്ക്ക് അയാളിൽ നിന്ന് കിട്ടുകയില്ല. അപ്പം നിങ്ങൾക്ക് ആത്യന്തികമായിട്ട് പണവും സൗകര്യങ്ങളുമാണ് ഇഷ്ടമെങ്കിൽ അത് നല്ലൊരു ചോയ്സാണ്. ഇനി അതല്ല, സാധാരണ മനുഷ്യർ ജീവിക്കുന്ന പോലെ സ്നേഹത്തോട് ജീവിക്കുക, കുട്ടികളുണ്ടാകുക, അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ ഈ വഴിയെ പോയിട്ട് യാതൊരു കാര്യവുമില്ല. അപ്പം ഇതിൽ നിങ്ങളുടെ ചോയ്സ് തന്നെയാണ് പ്രധാനം. ഇതിൽ നമുക്കാർക്കും അഭിപ്രായം പറഞ്ഞിട്ട് നിങ്ങളെ അങ്ങോട്ട് വിടാനോ ഇങ്ങോട്ട് വിടാനോ ഒന്നും ശ്രമിച്ചിട്ട് യാതൊരു കാര്യമില്ല. നിങ്ങൾക്കിതിൽ വേണം എന്ന് തോന്നുന്ന കാര്യം ചെയ്യുക. ഇതിൽ എവിടെ പോയാലും ഈ പറഞ്ഞതുപോലെ റിസ്ക്കുകളുണ്ടാകും, നമുക്ക് പറയാൻ പറ്റില്ല. എന്നാലും സമൂഹത്തിൻ്റെ പൊതു അഭിപ്രായത്തിൽ നിങ്ങളോട് ഈ ഒരു വേഷം കെട്ടാൻ പോകാനെന്ന് എനിക്ക് പറയാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. പക്ഷേ നിങ്ങളുടെ മനസ്സിന് ഇണങ്ങിയത് ചെയ്യുക. നിങ്ങൾക്കറിയാമല്ലോ, കുട്ടിയൊന്നും ഉണ്ടായില്ല, അങ്ങനെ ഒരു പണക്കാരൻ്റെ വീട്ടിൽ അങ്ങ് താമസിക്കുന്നു, നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾ നടക്കുന്നു, ഭർത്താവ് അയാളുടെ ഇഷ്ടത്തിനും സമൂഹത്തെ കാണിക്കാൻ വേണ്ട ഒരു സെറ്റപ്പ് മാത്രം. നിങ്ങൾക്ക് ഈ പറഞ്ഞതുപോലെ പാചകം ചെയ്യേണ്ട, പ്രസവിക്കേണ്ട, പ്രശ്നങ്ങളില്ല, ബുദ്ധിമുട്ടില്ല, ഒന്നുമില്ല. ചിലപ്പോൾ സ്ത്രീകൾക്ക് കേൾക്കുമ്പോൾ, എൻ്റെ തലമുറയിലല്ല, ഇപ്പോഴത്തെ 22 വയസ്സ് 23 വയസ്സുള്ള പെൺകുട്ടികൾക്ക് ഇത് വലിയൊരു ഡീലിങ്സ് ആയിട്ട് തോന്നിയേക്കാം. 35 വയസ്സുള്ള എനിക്ക് ചിലപ്പോൾ അത് തോന്നില്ല. അത് ജനറേഷൻ ഗ്യാപ്പ് ആയിരിക്കാം. എന്തായാലും നിങ്ങളുടെ തീരുമാനം നിങ്ങൾ എടുക്കുക. ഇതിൽ എനിക്ക് കൂടുതൽ അഭിപ്രായം പറയാൻ പറ്റാത്തൊരു കാര്യമായതുകൊണ്ട് ഞാൻ തൽക്കാലം അതിനെ പറ്റിയിട്ട് എൻ്റെ അഭിപ്രായം മാത്രമാണ് ശരി എന്നൊന്നും പറയുന്നില്ല. പക്ഷേ ഈ പറഞ്ഞതുപോലെ നിങ്ങളത് വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട, വളരെയധികം നല്ല രീതിയിൽ സ്ട്രോങ് ആയിട്ട് തീരുമാനമെടുത്ത് പ്രവേശിക്കേണ്ട ഒരു ദാമ്പത്യ ജീവിതം മാത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. കാര്യം ഇത് നിങ്ങളുടെ കയ്യിൽ മാത്രമാണ് നിങ്ങളുടെ ജീവിതം എന്നുള്ളത് ഓർത്തുകൊണ്ട് നിങ്ങൾ ഇറങ്ങിയാൽ പ്രശ്നമൊന്നുമില്ല. അതിൽ വരുന്ന നഷ്ടങ്ങളോ എന്താണെങ്കിലും അച്ഛൻ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ ആർക്കും പ്രശ്നമില്ല.